ഹലോ ഗൈസ്, ഇന്ന് റിലീസായ നമ്മുടെ ആസിഫ് അലി ബിജു മേനോന്റെ തലവൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അധികം വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് പറയുവാണെങ്കിൽ സിനിമയുടെ ഡയറക്ടർ ജിസ്റ്റോയാണ്, റൈറ്റേഴ്സ് ഒരു ശരത് ആൻഡ് ആനന്ദാണ്, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ചെയ്തിരിക്കുന്ന ദീപക് ദേവാണ്. ഇതിൽ എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നിയത് പെർഫോമൻസ് വൈസ് ചെയ്തിട്ട് ആസിഫ് അലിയുടെയും ബിജു മേനോന്റെയും കാര്യമാണ്. രണ്ടുപേരും, ഒരാൾ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളുടെ ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ് ആസിഫ് അലി. അപ്പോൾ അത് ട്രെയിലർ കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവർ തമ്മിലുള്ള ഈ ഒരു ഈഗോ റിലേറ്റഡ് കണ്ടന്റ്സ് ആണ് വരുന്നത്. അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലൊരു പുതുമയുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ഒരു ഈഗോ, അവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ഒക്കെ കാണാൻ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ അതിനപ്പുറം ഒരു പെർഫോമൻസ് വൈസ് എനിക്കൊന്നും പറയാൻ തോന്നില്ല. ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു അതിൽ കിടിലം. പിന്നെ മറ്റൊരു കാര്യം, ഈ സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് ഭയങ്കര ഹൈ വോൾട്ടേജ് ആണ്. സിനിമ പെട്ടെന്ന് മൂവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഒരാളിൽ നിന്ന് ഒരാളിലേക്കൊക്കെ പെട്ടെന്ന് പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് സിനിമ കുറച്ച് സ്ലോ പേസ് ആണ്. അതായത് ഒരു സ്ലോ പേസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറയാം, ഒരു ക്രൈം ത്രില്ലർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഇത് സ്വിച്ച് ചെയ്യപ്പെടും. കാര്യം ഇങ്ങനെ സ്ലോയിലാണ് ആ സിനിമ ഇങ്ങനെ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പോയിന്റ് ടു പോയിന്റ് കണക്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒരാളിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത് കുറച്ച് സ്ലോ ആണെങ്കിലും അത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു വൈബിലൊക്കെ ഉണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആ ഒരു മ്യൂസിക്കിന്റെ ഒക്കെ ഒരു എലമെന്റ്സ് എല്ലാം അതും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇത് എടുത്തു പറഞ്ഞെന്ന് വെച്ചാൽ, ഒരു സ്ലോ പേസ് സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന, അതല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ക്രൈം, ആ ടൈപ്പ് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി കാണാം. നമ്മൾ കൊടുക്കുന്ന പൈസ വെർത്താണ്. അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഓക്കെ, ബൈ.